السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين تبعوهم بإحسان إلى يوم الدين. أما بعد. ഇന്ന് പുതിയ ഒരു അധ്യായം തുടങ്ങുകയാണ്. ബാബു തഹരീമുൽ ദുൽമി വല്ലംറു ബിറദ്ദിൽ മദാലിം. ഒരു തരത്തിലുള്ള അക്രമവും ഇസ്ലാം അനുവദിക്കുന്നില്ല. അദ്ദുൽമു ദുലുമാത്തു യൗമിൽ ഖിയാമഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിൽ വന്നിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും മരണാനന്തര ജീവിതത്തിൽ അന്ധകാരങ്ങളായി, അഥവാ അത് ചെയ്ത വ്യക്തിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളായി മാറും. അതുകൊണ്ട് ആരോടെങ്കിലും അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് വാക്കാലുള്ളതാണെങ്കിൽ അവരോട് അത് പൊരുത്തപ്പെടുത്തുക, വസ്തുക്കൾ കൊണ്ടുള്ളതാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ അതിന് നഷ്ടപരിഹാരം നൽകുക. ഇതൊക്കെ ദുൽമിന് വിധേയമായ ആളുകൾ, ദുൽമ് ചെയ്ത ആളുകൾ ചെയ്യേണ്ട മര്യാദകളാണ്. അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. സൂറത്ത് ഗാഫിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ ലിദ്ദാലിമീന മിൻ ഹമീമിൻ വലാ ശഫീഇൻ യുതാ. അക്രമികാരികളായ ആളുകൾക്ക് മരണാനന്തര ജീവിതത്തിൽ മഹ്ശറയിൽ ചെല്ലുമ്പോൾ അവരെ സഹായിക്കാൻ ഒരു സ്നേഹിതനെയോ ഒരു ശുപാർശകൻ, അവൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ശുപാർശകനെയോ ലഭ്യമല്ല. ദുനിയാവിൽ പലതരത്തിലുള്ള സഹായികളെയും നമുക്ക് ലഭിക്കും. ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന്, ചിലപ്പോൾ സ്നേഹിതന്മാരിൽ നിന്ന്, ചിലപ്പോൾ അയൽവാസികളിൽ നിന്ന്. ഇനി ന്യായവും അന്യായവും നോക്കാതെ തന്നെ വ്യക്തിബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്യായം പ്രവർത്തിക്കുന്നവരെ പോലും സഹായിക്കുന്ന ആളുകൾ ദുനിയാവിലുണ്ട്. പക്ഷെ പരലോകത്ത് ആ തരത്തിലുള്ള ഒരു കസർത്തുകളും വിജയിക്കുകയില്ല. ഇതിലെ ഒരു ഹദീസ് ഇപ്രകാരമാണ്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇത്തഖുൽ ദുൽമ. നിങ്ങൾ ദുൽമ് ചെയ്യുന്നത്, അക്രമം പ്രവർത്തിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന ദുൽമ ദുലുമാത്തു യൗമിൽ ഖിയാമഹ. കാരണം എല്ലാ തരത്തിലുള്ള അക്രമവും അന്ത്യനാളിൽ അന്ധകാരങ്ങളായിത്തീരും. ഇരുട്ട് ആളുകൾക്ക് അപകടമുണ്ടാക്കുന്ന കാര്യമാണ്. അവർക്ക് ശരിക്ക് കണ്ണ് തന്നെ കാണാൻ പറ്റാത്ത, ആ രൂപത്തിൽ അവൻ്റെ ലക്ഷ്യത്തിൽ പോലും എത്തിച്ചേരാൻ പറ്റാതെ അവൻ്റെ മുമ്പിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് മരണാനന്തര ജീവിതത്തിൽ ഈ ദുനിയാവിൽ അക്രമം പ്രവർത്തിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അക്രമം. പിന്നെ നബി പറഞ്ഞു, ഒത്തഖു ശുഹ, നിങ്ങൾ പിശുക്ക് സൂക്ഷിക്കണം. അതായത് ലുബ്ധത, അതായത് മനുഷ്യൻ്റെ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് ധനം. അത് ചെലവഴിക്കുന്നതിൽ അവന് ഒരു പിശുക്ക് അനുഭവപ്പെടുക, അത് കൊടുക്കേണ്ടയിടത്ത് കൊടുക്കാതിരിക്കുക, അത് അർഹതപ്പെട്ട ആളുകൾക്ക് അത് വിതരണം ചെയ്യാതിരിക്കുക, അവനവൻ്റെ ആവശ്യങ്ങൾക്ക് പോലും അത് മര്യാദയ്ക്ക് ഉപയോഗപ്പെടുത്താതിരിക്കുക തുടങ്ങിയ ഒരു ദുസ്വഭാവമാണ് പിശുക്ക്. ഫഇന്ന ശുഹ അഹലക മൻ കാന ഖബ്ലക്കും. നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളെ നാശത്തിലേക്ക് തള്ളിവിട്ടത് അവരുടെ പിശുക്ക് എന്ന സ്വഭാവമാണ്. അപ്പോൾ പിശുക്ക് കൂടുതലായാൽ ധനത്തോട് അങ്ങേയറ്റത്തെ ആർത്തി അവർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി അവർ പലതരത്തിലുള്ള അക്രമങ്ങളും ചെയ്യും. മറ്റുള്ളവൻ്റെ ധനം അന്യായമായ നിലക്ക് തൻ്റെ കൈവശം വരാനുള്ള എല്ലാ സൂത്രപ്പണികളും ഒപ്പിച്ചെടുക്കും. വേണ്ടി വന്നാൽ അതിനുവേണ്ടി ധനം കിട്ടാൻ മറ്റുള്ളവരെ കൊന്നുകളയാൻ പോലും അവൻ തയ്യാറാവും. അതുകൊണ്ടാണ് നിങ്ങളുടെ പൂർവിക സമുദായങ്ങളെ നശിപ്പിച്ച ദുസ്വഭാവങ്ങളിൽപ്പെട്ടതാണ് പിശുക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വഹമലഹും അലാ അൻ സഫഖു ദിമാഅഹും. ആ പിശുക്കൻ സ്വഭാവം അവർക്ക് രക്തം ചിന്താൻ വരെ പ്രേരണ നൽകി. രക്തം ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ധനം ലഭിക്കേണ്ട സമയത്ത് അവരുദ്ദേശിക്കുന്ന തരത്തിൽ പണം കിട്ടാൻ വേണ്ടി
എല്ലാ നടപടികളും അവർ സ്വീകരിക്കും. അതിൽ മനുഷ്യരെ കൊന്നുകളഞ്ഞിട്ടാണെങ്കിൽ പോലും അതിനവർ തയ്യാറാകും. വസ്തഹല്ലു മഹാരിമഹു, പരസ്പരം ബഹുമാനിക്കേണ്ട ആദരിക്കേണ്ട മെഹ്റമുകളെ, അഥവാ മറ്റൊരാളുടെ ധനം, മറ്റൊരാളുടെ ജീവൻ, മറ്റൊരാളുടെ അഭിമാനം, ഈ 3 കാര്യങ്ങൾ വളരെ എല്ലാവരും ഈ കാര്യത്തിൽ സുരക്ഷിതരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഒരു ജീവനെയും വേറൊരാൾ അതിക്രമം ചെയ്യാൻ പാടില്ല. മറ്റൊരാളുടെ ധനത്തിൽ ഒരു തരത്തിലുള്ള അക്രമവും വേറെ ഒരാൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അയാളുടെ മാനം നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരങ്ങളോ അധിക്ഷേപങ്ങളോ അതുപോലെ അപരാധങ്ങൾ വിളിച്ചു പറയലോ ഇങ്ങനെയുള്ള അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു പരിപാടിയും പാടില്ല. അപ്പോൾ വസ്തഹല്ലു മഹാരിമഹും എന്ന് പറഞ്ഞാൽ ഇപ്രകാരം പരസ്പരം ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒരാളുടെ അവകാശമെന്ന നിലക്ക് സൂക്ഷിക്കേണ്ടുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിൽ അതൊന്നും സൂക്ഷിക്കാതിരിക്കുക. ഇതാണ് അവരെ ഹലാലാക്കി, എന്തും അവർക്ക് അനുവദനീയമാക്കി അവർ മാറ്റി എന്ന് പ്രത്യേകം പറയാൻ കാരണം. പിന്നെ അപ്പോൾ ളുൽമ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വസ്തു, അക്രമം എന്ന് പറയുന്നത് ക്രമരഹിതമായ ഇതിനാണ് അക്രമം എന്ന് പറയുന്നത്. ഒരു വസ്തു അത് വെക്കേണ്ട സ്ഥലത്തല്ലാതെ വെക്കുക, അത് ളുൽമാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപ്രകാരം തന്നെ ഒരു വസ്തു കുറഞ്ഞു പോവുക, ആവശ്യമുള്ള അതിൻ്റെ ക്വാണ്ടിറ്റി അതല്ലെങ്കിൽ അതിൻ്റെ അളവ് അതില്ലാതിരിക്കുക. അപ്പോൾ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, കിൽത്തൽ ജന്നത്തൈനി ആതത്ത് ഉക്ലഹ, 2 തോട്ടങ്ങൾ ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ആ 2 തോട്ടങ്ങളും വിഭവങ്ങൾ സമൃദ്ധമാണ്, അതിലൊന്നും ഒരു കുറവുമില്ല എന്നാണ്. ഫലങ്ങളുടെ വിഷയത്തിലോ മരങ്ങളുടെ വിഷയത്തിലോ അരുവികളുടെ വിഷയത്തിലോ അവിടുന്ന് കിട്ടുന്ന ഫലങ്ങളുടെ വിഷയത്തിലോ ഒരു കുറവുമില്ല എന്ന് വലം തദ്ലിം എന്ന പദപ്രയോഗം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് ആവശ്യമായ ഒരു കാര്യത്തിലും ഒരു കുറവും ആ 2 തോട്ടങ്ങൾക്കും ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇവിടെ ളുൽമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് അള്ളാഹുവിനോട് ചെയ്യുന്ന ളുൽമുണ്ട്, മറ്റൊന്ന് അടിമകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ളുൽമുകളുണ്ട്. അപ്പം അള്ളാഹുമായി ബന്ധപ്പെട്ട ളുൽമിൽ ഏറ്റവും വലിയ ളുൽമ് അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. പടച്ചോൻ മാത്രമാണ് ആരാധ്യൻ, അവൻ നമ്മുടെ ഖാലിക്കാണ്, നമ്മളുടെ റബ്ബാണ്, അതുപോലെ ഇലാഹാണ്, ഒരുപാട് വിശേഷ ഗുണങ്ങൾ ഉള്ളവനാണ്. ആ ഗുണങ്ങളൊന്നും ഒരു സൃഷ്ടിക്കും ഇല്ലാത്തവയുമാണ്. അപ്പം അങ്ങനെയുള്ള അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഇബാദത്ത് അത് അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ചെയ്യുക എന്നതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പം അത് ളുൽമാണ്. ഇന്ന ശിർക ലളുൽമുൻ അളീം എന്ന് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ മകനെ ഉപദേശിക്കുന്ന ഉപദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ശിർക ലളുൽമുൻ അളീം. അപ്പോൾ അതൊരു അക്രമമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ആൾ ചോദിച്ചു, അയ്യു ദംബി അഅളം, ഏറ്റവും വലിയ കുറ്റം ഏതാണ് പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ, അൻ തജഅല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക്, നീ അള്ളാഹുവിന് സമന്മാരെ കൽപ്പിക്കുക. അതായത് അള്ളാഹുവിനെ പോലെ മറ്റുള്ള ആളുകളെയും ബഹുമാനിക്കുകയും അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധനകളും വണക്കവും ബഹുമാനവും ആദരവും അവർക്ക് വകവെച്ച് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അള്ളാഹുവിൽ പങ്കാളി ഉണ്ട് എന്ന് വിശ്വസിക്കുക. അള്ളാഹുവിനെ പോലെ അവർക്കും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരാൻ സാധിക്കും എന്ന് വിശ്വസിക്കുക. അപ്പോൾ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട അർഹതപ്പെട്ട ഇബാദത്തിൽ അള്ളാഹു അല്ലാത്ത അവൻ്റെ സൃഷ്ടികളെ പങ്കുചേർക്കലാണ് ഏറ്റവും വലിയ പാപങ്ങൾ, മഹാപാപങ്ങളിലൊന്ന്. എന്നാൽ അടിമകളുടെ വിഷയത്തിലോ, അടിമകളുടെ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി നേരത്തെ ഞാൻ പറഞ്ഞ മനുഷ്യർ പരസ്പരം ചെയ്യുന്ന അക്രമങ്ങൾ, അതിൽ മറ്റൊരാളുടെ ജീവൻ അത് സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അഥവാ അയാളുടെ ജീവന് അപകടമുണ്ടാക്കുന്ന ഒരു പണിയിലും നമ്മൾ ഏർപ്പെടാൻ പാടില്ല. ഒരുത്തിനെ ഒറ്റുകൊടുക്കുക, അതല്ലെങ്കിൽ അയാളെ
അടിച്ചു കൊല്ലാൻ വേണ്ടിയുള്ള ആയുധങ്ങൾ കൊടുക്കുക, അതല്ലെങ്കിൽ അയാളുടെ താമസ സ്ഥലം കാണിച്ചു കൊടുക്കുക, ശത്രുക്കളുടെ കൂടെ കൂടി അവനെ ഉപദ്രവിക്കുക, ഇങ്ങനെ അവൻ്റെ ജീവന് അപകടമുണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക. അതുപോലെ ധനം, അയാളുടെ സാധനങ്ങൾ, വസ്തുക്കൾ അത് ഒന്നുകിൽ മോഷ്ടിച്ചെടുക്കുക, അതല്ലെങ്കിൽ കൊള്ള ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ ബലം പ്രയോഗിച്ചെടുക്കുക, അതല്ലെങ്കിൽ അതിന് നഷ്ടം പറ്റുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക, അങ്ങനെ പലതും ചെയ്യാം. അതുപോലെ അറാദക്കും, നിങ്ങളുടെ അഭിമാനങ്ങൾ, അഥവാ ഓരോ മനുഷ്യനും ഓരോ മുസ്ലിമും അന്തസ്സുള്ളവനാണ്. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമു മിൻ ലിസാനിഹി വയദിഹി. ഒരു യഥാർത്ഥ മുസ്ലിം ഒരാൾ മുസ്ലിം ആവലപ്പോഴാണ് മറ്റു മുസ്ലിങ്ങളെല്ലാം അവൻ്റെ നാവിൽ നിന്നും അവൻ്റെ കയ്യിൽ നിന്നും സുരക്ഷിതരായിരിക്കുമ്പോഴാണ്. നാക്കുകൊണ്ട് അവരെ അധിക്ഷേപിക്കാൻ പാടില്ല, അവരെ പേരിൽ ഗീബത്ത് പറയാൻ പാടില്ല, പരദൂഷണം പറയാൻ പാടില്ല, വ്യഭിചാരാരോപണം നടത്താൻ പാടില്ല. ഇതൊക്കെ നാവ് കൊണ്ടുള്ള അക്രമങ്ങളിൽപ്പെട്ടതാണ്. കൈകൊണ്ടുള്ള അക്രമങ്ങൾ പലതുമുണ്ട്, അതൊന്നും പാടില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ ഈ അക്രമം ഒരാൾക്കെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് അക്രമമാണ്. അതുകൊണ്ട് എന്താണ്, അങ്ങനെയുള്ള സന്ദർഭത്തിൽ എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും മുഹറമാണ്, ഹറാമാണ്. പിന്നെ മാത്രമല്ല, ഈ ലാലിമിനെ സഹായിക്കാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരാളെപ്പോലും അവന് കാണാൻ സാധ്യമല്ല. ഒമാലി ലാലിമീന മിൻ ഹമീമിൻ വല ഷഫീഇൻ യുതാ. അക്രമകാരികൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ കഠിനമായ ശിക്ഷ അവൻ വിധേയമാക്കപ്പെടുമ്പോൾ അതിൽ നിന്ന് സംരക്ഷിക്കാൻ ഒരു ആത്മസുഹൃത്തിനെയോ ഒരു ശുപാർശകനെയോ അവന് കണ്ടെത്താൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒമാലിൽ ലാലിമീന മിൻ അൻസാർ, സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുകയാണ്, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായികളെയും അവർക്ക് ലഭിക്കുന്നതല്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ളുൽമിനെ സൂക്ഷിക്കണം. ഹദീസിൻ്റെ വിശദീകരണമാണ് പറയുന്നത്. കാരണം മരണാനന്തര ജീവിതത്തിൽ രണ്ടവസ്ഥകളുണ്ട്. ഒന്ന് ളുൽമിൽ നടക്കുന്ന ആളുകൾ, മറ്റൊന്ന് നൂറിൽ നടക്കുന്ന ആളുകൾ. കാരണം വിശ്വാസികളായ ആളുകൾ, അവർക്ക് അള്ളാഹു അവരുടെ മുന്നിലൂടെയും പിന്നിലൂടെയും അവർക്ക് പ്രകാശം നൽകും. അപ്പോൾ അന്ധകാര നിബിഡമായ ആ മഹ്ശറ ഭൂമിയിൽ ഇവർക്ക് പ്രയാസമില്ലാതെ ലക്ഷ്യസ്ഥാനത്തെത്തുവാനും ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുവാനും സാധിക്കുന്ന വിധം അള്ളാഹു അവർക്ക് വെളിച്ചം നൽകും. അതുകൊണ്ടാണ് കപടവിശ്വാസികളായ ആളുകൾ വിശ്വാസികളോട് വെളിച്ചം ചോദിക്കുന്നതും നക്തബിസുമിൻ നൂരിക്കും, നിങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് ഞങ്ങളൊന്ന് കത്തിക്കട്ടെ എന്ന് അവരോട് അനുവാദം ചോദിക്കുന്നതൊക്കെ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ ശരിക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് വെളിച്ചവും അക്രമികളായ ആളുകൾക്ക് ഇരുട്ടുമായിരിക്കും അന്നുണ്ടാവുക. അതുപോലെ തന്നെ അക്രമങ്ങളിൽപ്പെട്ടത് തന്നെയാണ് കടം വാങ്ങിയാൽ കൊടുക്കാതിരിക്കുക. അതൊരു അക്രമമാണ്. പ്രത്യേകിച്ച് കടം വീട്ടാൻ ഇവൻ്റെ കയ്യിൽ പണമുണ്ട് എന്നിട്ടും വീട്ടുന്നില്ല. നമുക്ക് നാളെ രാവിലെ എടുക്കാൻ, ഇപ്പോൾ രാവിലെ ചെല്ലും, അതിപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ആക്കാം. ഇങ്ങനെ ആഴ്ചകളും മാസങ്ങളും അനാവശ്യമായ നിലക്ക് താമസിപ്പിക്കുകയും കടം കൊടുക്കാനുള്ളവന് ആ കാര്യം കൊടുത്ത് വീട്ടാതിരിക്കുകയും ചെയ്യുക. ഇത് ഒരുതരം അക്രമത്തിൽപ്പെട്ടതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മത്ലുൽ ഗനിയ്യി ദുൽമുൻ. സാമ്പത്തിക ശേഷിയുള്ളവൻ സ്വീപ്പാക്കുന്നത് അത് ദുൽമാണ്. സ്വീപ്പാക്കുക എന്ന് പറഞ്ഞാൽ അവകാശം കൊടുക്കാനുള്ളവന് അത് കൊടുക്കാതെ അവനെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുക. കൊടുക്കാമന് സാധിക്കും, ഇവൻ്റെ കയ്യിൽ അതിന് എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എന്നിട്ട് പോലും അത് കൊടുക്കാതെ അവധി മാറ്റി പറഞ്ഞുകൊണ്ട് അവനെ ബുദ്ധിമുട്ടിക്കുക. ഇത് ദുൽമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പിശുക്കിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പറഞ്ഞല്ലോ, അങ്ങേയറ്റത്തെ അക്രമത്തിനും അനീതിക്കും മറ്റൊരാളുടെ ധനം കവർന്നെടുക്കാനും
ഒരുപക്ഷെ ജീവാപായം വരെ വരുത്താനും ഇവന് ധനത്തോടുള്ള അത്യാർത്തിയും അത് ചെലവഴിക്കുന്നതിനുള്ള പിശുക്കും എന്ന സ്വഭാവം അവനെ പ്രേരിപ്പിക്കും. അതുകൊണ്ട് ആ ഖുർആൻ പറഞ്ഞത് ഓമൻ യൂക ഷുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പിശുക്കിൽ നിന്ന് ആര് രക്ഷപ്പെട്ടോ അവരാണ് വിജയിച്ച ആളുകൾ എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹശ്റിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പ്രത്യേകിച്ച് അൻസാരികളെയും മുഹാജിറുകളെയും പരാമർശിക്കുന്ന സന്ദർഭത്തിലാണ് അൻസാരികളുടെ ഉദാരമായ സ്വഭാവം, അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ പോലും അത് സ്വയം അനുഭവിക്കാതെ അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഉദാരമായ അവരുടെ ആ അങ്ങേറ്റത്തെ ദയാ വായ്പിനെയാണ് ഇവിടെ ഖുർആൻ എടുത്തു പറഞ്ഞുകൊണ്ട് ആ പിശുക്കിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ടവരാണ് അൻസാരികൾ. മുഹാജിരിങ്ങളെ സ്വീകരിച്ച് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും വീടും അതുപോലെ തന്നെ ജീവിക്കുവാനുള്ള ജീവസന്ധാരണത്തിന് ആവശ്യമായ ഉപാധികളുമെല്ലാം പങ്കിട്ട് കൊടുത്തുകൊണ്ട് മുഹാജിറുകൾക്ക് അവരുടെ സ്വന്തം വീടും കുടുംബവും ഉപേക്ഷിച്ച് ഈ നാട്ടിലേക്ക് എത്തിപ്പെട്ട ആളുകളെ എല്ലാവിധത്തിലും സഹായിക്കുവാനുള്ള അവരുടെ ആ മഹാമനസ്കതയാണ് അള്ളാഹു ആ സ്ഥലത്ത് വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബൽ യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫി അൻഫുസിഹിം ഹാജത്തൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അപ്പോൾ ആ അൻസാരികളുടെ അങ്ങേയറ്റത്തെ മുഹാജിറുകൾക്ക് വേണ്ടി അവർ എടുത്തിട്ടുള്ള ത്യാഗങ്ങളെ പ്രശംസിച്ചുകൊണ്ടാണ് പിശുക്കിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടു അവരാണ് വിജയിച്ചവർ എന്ന് അവിടെ എടുത്തു പറഞ്ഞത്. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസാണ് ഇതിൽ ആദ്യത്തേത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹ. അവകാശങ്ങൾ അതിന് അർഹതപ്പെട്ടവർക്ക് നിങ്ങൾ കൊടുക്കുക തന്നെ ചെയ്യണം. യൗമൽ ഖിയാമ. എന്നാൽ ദുനിയാവിൽ വെച്ച് അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഖിയാമനാളിൽ അത് കൊടുപ്പിക്കുക തന്നെ ചെയ്യും. എന്തൊരാൾക്കും ദുനിയാവിൽ വെച്ച് അവൻ്റെ അവകാശം മറ്റൊരാളിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ എന്താണ്, ആ അവകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാങ്ങിക്കൊടുക്കും. ഹത്താ യുഖാദലി ഷാത്തിൽ ജൽഹാ മിന ഷാത്തിൽ ഖർണ. കൊമ്പുള്ള ആട് ദുനിയാവിൽ വെച്ച് കൊമ്പില്ലാത്ത ആടിനെ കുത്തി വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഇതേ രണ്ട് ജീവികളെയും പരലോകത്ത് അല്ലാഹു ഹാജരാക്കി ഈ കൊമ്പില്ലാത്ത ആടിന് കൊമ്പ് നൽകുകയും എന്നിട്ട് ദുനിയാവിൽ വെച്ച് കൊമ്പില്ലാത്ത ഈ ആടിനെ കുത്തി വീഴ്ത്തിയ കൊമ്പുള്ളവനെ കൊണ്ടുവന്ന് തിരിച്ച് പ്രതികാര നടപടി എടുപ്പിക്കുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നു. ഇതാണ് പറയുന്നത്. ഇതാണ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഏത് ഒരു അനീതി ചെയ്തവനും ഈ ദുനിയാവിൽ ആ അനീതിയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി അവൻ നോക്കണം. അതല്ലെങ്കിൽ അത് ഖിയാമത്ത് നാളിലേക്ക് മാറ്റിവെച്ചാൽ അതിഗുരുതരമായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല ഈ ഹുക്കൂക്കുകളുടെ വിഷയത്തിൽ മനുഷ്യരും ജിന്നുകളും മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും അവർക്ക് നൽകപ്പെട്ട അവരുടെ ലോകത്ത് അതിനെക്കുറിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്താണ്, വമാമിൻ ദാബത്തിൻ ഫിൽ അർളി വല തായിരിൻ യതീറു ബിജനാഹൈഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു മൃഗവും അതുപോലെ തന്നെ ആകാശലോകത്ത് പറന്നു കളിക്കുന്ന പക്ഷികളും നിങ്ങളെപ്പോലെ തന്നെ സമുദായമാണ്. അതായത് ഒരു വർഗമായി അള്ളാഹു സൃഷ്ടിച്ചതാണ്. ആ വർഗം അങ്ങനെ പരസ്പരം ഇണചേരുന്നു, സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അവർക്കിടയിൽ അവരുടേതായ നിലക്കുള്ള അവകാശങ്ങളും ഹുക്കൂക്കുകളുമുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഏത് വിധത്തിലുള്ള ജീവജാലങ്ങളാണെങ്കിലും അനീതി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ആ അനീതിക്ക് പകരമായി നീതി വാങ്ങിക്കൊടുക്കുന്ന ഒരു ലോകം അത് പരലോകമാണ്. അവിടെ വെച്ച് ഈ ആടിൻ്റെ കഥ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനീതിക്ക് വിധേയമായ എല്ലാവർക്കും അവിടെ വെച്ച് നീതി വാങ്ങിക്കൊടുക്കും. എല്ലാം മാത്രമല്ല, ഇതെല്ലാം റെക്കോർഡഡാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ സൃഷ്ടിച്ചത് കലമിനെയാണ്. കലം, പേന. അപ്പോൾ ആ പേനയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉക്തുബ്, എഴുത് എന്ന് ആജ്ഞാപിച്ചു. അപ്പോൾ ആ പേന
എന്താണ് ഞാൻ എഴുതേണ്ടത്. അപ്പോൾ അള്ളാഹു ആ പേനയോട് പറഞ്ഞു, ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒന്നും അതിലൊഴിവില്ല. എല്ലാ ഹൈറായ കാര്യങ്ങളും എല്ലാ ഷർറായ കാര്യങ്ങളും, എല്ലാ മനുഷ്യരുടെ വിഷയത്തിൽ നടക്കുന്നതും ജിന്നുകളുടെ വിഷയത്തിൽ നടക്കുന്നതും മൃഗങ്ങളുടെ വിഷയത്തിൽ നടക്കുന്നതും പറവകളുടെ വിഷയത്തിൽ നടക്കുന്നതും മത്സ്യങ്ങളുടെ വിഷയത്തിൽ നടക്കുന്നതും എല്ലാ ജീവജാലങ്ങളുടെ വിഷയത്തിൽ നടക്കുന്നതുമായ കാര്യങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, മാ ഫർറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ സുമ്മ ഇലാ റബ്ബിക്കും യുഹ്ശറൂൻ. ഈ എഴുതുന്ന വിഷയത്തിൽ, റെക്കോർഡുകൾ എഴുതി സൂക്ഷിക്കുന്ന വിഷയത്തിൽ നമ്മൾ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ അവൻ പ്രവർത്തിച്ച് അവൻ മറന്നുപോയ, അതല്ലെങ്കിൽ അവൻ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്ത വിഷയത്തിൽ ഇവിടെ പറയുന്നത്, അത് അവൻ്റെ കയ്യിൽ വരുമ്പോൾ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹ. എന്താണിപ്പോൾ ഈ ഗ്രന്ഥത്തിന്? എന്തൊരവസ്ഥയാണ് എനിക്കുള്ളത്. ഞാൻ ചെയ്ത ചെറുതും വലുതും ഗൗരവപ്പെട്ടതും ഗൗരവം കുറഞ്ഞതുമായ മുഴുവൻ കാര്യങ്ങളും ഇവിടെ എൻ്റെ കയ്യിൽ കിട്ടിയ റെക്കോർഡിലുണ്ടല്ലോ. ഇതൊന്നും അസത്യമല്ലല്ലോ, ഒക്കെ സത്യമാണ്, എല്ലാം ഞാൻ പ്രവർത്തിച്ചത് തന്നെയാണ് എന്ന് അവൻ ബേജാറ് പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പം അത് പരലോകത്ത് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള എല്ലാ ഈ ദുനിയാവിൽ നടക്കുന്ന സംഭവങ്ങളും ഒമാ തസ്കുത്തുമിൻ ഉറക്കത്തിൻ ഇല്ലായ അലമുഹ, ഒരു ഇല പോലും താഴോട്ട് വീഴുന്നു പോകുന്നില്ല അള്ളാഹ് അറിഞ്ഞിട്ടല്ല. അത് എത്ര മരത്തിൽ നിന്ന് ഇല ഒഴിഞ്ഞു പോകും, നമുക്കാർക്കെങ്കിലും അത് എണ്ണി കണക്കാക്കാൻ കഴിയും? ഇല്ല, നമ്മളതിനെക്കുറിച്ചൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല. അതേസമയം അതുപോലും റെക്കോർഡാണെന്നാണ്. പിന്നെ എന്ത് കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ റെക്കോർഡല്ലാത്തത്? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് വൈദൽ ഇഷാറത്ത് വൈദൽ വഹൂഷു ഇഷറത്ത്. അതാണ്. അപ്പോൾ ഗർഭിണികളായ ഒട്ടകങ്ങളൊക്കെ പ്രസവിച്ചു പോകും. അതേ പ്രകാരം ഗർഭിണികളായ ഒട്ടകങ്ങളൊക്കെ എന്താണ്, ആളുകൾക്ക് വളരെ പ്രിയമുള്ളതാണ്. അപ്പം അതുപോലും ഉടമസ്ഥൻ അതിനെ നോക്കാതെ ആർക്കും വേണ്ടാത്ത രീതിയിൽ അതിങ്ങനെ അലഞ്ഞു നടക്കും. എന്തുകൊണ്ട്? അതിനേക്കാൾ ബേജാറുള്ള കാര്യമാണ് അവൻ്റെ മുമ്പിലുള്ളത്. മറ്റതാരെങ്കിലും അവന് ഗർഭിണികളായ അവൻ്റെ ഒട്ടകങ്ങളെ എത്രയും സ്നേഹത്തോടു കൂടി എത്രയും താല്പര്യത്തോടു കൂടി അതിനെ സംരക്ഷിച്ച് കെട്ടിയിട്ട് അതിന് ഭക്ഷണം കൊടുത്ത് അതിന് വെള്ളം കൊടുത്ത് പരിചരിക്കുന്നതാണ് ദുനിയാവിലെ അവസ്ഥ. പക്ഷേ ഇതിന് പരലോകത്ത് ഉടമക്കാർ തന്നെ ഉണ്ടാവില്ല. കാരണം ഉടമസ്ഥൻ അതിന് നോക്കുന്ന പണിയല്ല, അയാൾക്ക് അതിനേക്കാൾ വലിയ ഗൗരവമുള്ള കാര്യം മുന്നിലുണ്ടാകുമ്പോൾ ഇതിനൊക്കെ അവഗണിച്ചു പോകും. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ക്രൂരമായി പെരുമാറിയിരുന്ന വന്യമൃഗങ്ങൾ യാതൊരുവിധ ശത്രുതയുമില്ലാതെ ഒന്നിച്ചൊരു സ്ഥലത്ത് അണിനിരന്ന് നിൽക്കുന്നത് കാണാം. കാരണം അവരുടെ മുമ്പിൽ ഭയാനകമായ അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് സിംഹം നരിയെയോ നരിസിംഹത്തെയോ കരടി അതുപോലെ തന്നെ നരിയെയോ നരി കരടിയെയോ ഇങ്ങനെ ഹ്രസ്വജന്തുക്കൾ വളരെ ക്രൂര സ്വഭാവികളായ മൃഗങ്ങൾ പോലും അങ്ങോന്യം ഒരു അക്രമവും കൂടാതെ ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടപ്പെട്ടതായി കാണാൻ സാധിക്കും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നീതി വാങ്ങിക്കൊടുക്കും. മനുഷ്യർക്കും അങ്ങനെ തന്നെയാണ്, ജിന്നുകൾക്കും അങ്ങനെ തന്നെയാണ്. ആരുടെ മേൽ അക്രമം കാണിച്ചുവോ അവർക്കൊക്കെ. ഇനി മനുഷ്യരോട് ജിന്നുകൾ അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ജിന്നുകളോട് മനുഷ്യർ അക്രമം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഈ ദുനിയാവിൽ നിന്ന് തീരാത്ത കാര്യങ്ങളാണെങ്കിൽ പരലോകത്ത് അത് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എല്ലുകൾ കൊണ്ട് ശുദ്ധീകരിക്കരുത് എന്ന് ഒരിക്കൽ ഉപദേശിച്ചു. അതായത് നമ്മൾ മലമൂത്ര വിസർജനം നടത്തിയതിന് ശേഷം വൃത്തിയാക്കാൻ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ കല്ല് ഉപയോഗിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പം കല്ലുകൾ കൊണ്ടത് വൃത്തിയാക്കാം. കല്ല് കിട്ടിയില്ല, അതിന് പകരം എല്ല് കിട്ടി. എല്ല് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഇന്നഹ സാദു ഇഖ്വാനിക്കും മിനൽ ജിന്നി, അത് നിങ്ങളുടെ സഹോദരങ്ങളായ നിങ്ങളുടെ സഹസമുദായമായ ജിന്നുവർഗത്തിന് ആഹാരമായി ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ മൃഗത്തിൻ്റെ മാംസം കഴിക്കും, അതിൻ്റെ എല്ല് വലിച്ചെറിയും, എല്ല് കടിച്ചു തുപ്പും, അല്ലെങ്കിൽ ഊമ്പി എറിയും. ആ എല്ലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും മാംസങ്ങളെ
പൊതിഞ്ഞു കൊടുത്ത് അതാണ് ജിന്നുകൾ ആഹാരമാക്കുന്നത് എന്നതാണ് വസ്തുത. അല്ലാതെ എല്ല് കടിച്ചു തിന്നലാണ് ജിന്ന് എന്നല്ലതിനർത്ഥം. അപ്പോൾ മനുഷ്യർ ഉപേക്ഷിക്കുന്ന ഈ എല്ലിനെ വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞതാക്കി മാറ്റുകയും എന്നിട്ട് അതാണ് ജിന്നുകൾ ഭക്ഷണമാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഈ എല്ലിനെ നിങ്ങൾ നജസാക്കി കളഞ്ഞാൽ, അതുകൊണ്ട് മലമൂത്ര ശുദ്ധീകരണം നടത്തി കഴിഞ്ഞാൽ അത് പിന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ മ്ലേച്ഛ വസ്തുവായിട്ട് മാറും. അതുകൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിട്ടുണ്ട്. പിന്നെ ഏതായാലും നമ്മുടെ ചുരുക്കത്തിൽ അക്രമം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, എന്താണ്, പിന്നെ മൻ തഅദ്ദുനൽ മുഫ്ലിസ ഫീക്കും, ഇത് നബിയുടെ ചോദ്യമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ പാപ്പറായവൻ ആരാണ്? നിങ്ങൾ ആരെക്കുറിച്ചാണ് നിങ്ങൾ സാധാരണ പാപ്പറായി പോവാൻ, പാപ്പർ സൂട്ടാവുക, അല്ലെങ്കിൽ എല്ലാ വരുമാനങ്ങളും നിലച്ചു ഒരു വിധത്തിലും അവൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ പണം ഇല്ലാത്ത, പൂർണ്ണമായും കാലിയായി പോയവൻ, അതിനാണ് മുഫ്ലിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ ഇത് കേട്ട സഹോദരന്മാർ പറഞ്ഞു, അൽ മുഫ്ലിസുമല്ല ദിർഹമ ഇൻദഹു വലാ മതാ, യാതൊന്നും ഒരു ദിർഹമ പോലും കയ്യിലില്ല, ഒരു സാധനം പോലും കയ്യിലില്ല. സാധനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് വിറ്റെങ്കിലും ജീവിക്കാം. അപ്പോൾ ഒരു സാധനമോ ഒരു വസ്തുവോ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പണമോ ഇല്ലാത്തവനാണ് മുഫ്ലിസ് എന്നവർ മറുപടി പറഞ്ഞു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഫ്ലിസു മിൻ ഉമ്മത്തി, എന്നാൽ നിങ്ങൾ പറഞ്ഞതല്ല ശരി. എൻ്റെ സമുദായത്തിലെ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ മൻ യഅതി യൗമൽ ഖിയാമത്തി ബിസ്സലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, അവൻ ധാരാളം നമസ്കരിച്ചിട്ടുണ്ടാകും, നോമ്പുകളെല്ലാം നോറ്റിട്ടുണ്ടാകും, സകാത്തൊക്കെ കൊടുത്തിട്ടുണ്ടാകും, അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് അവൻ പരലോകത്ത് വരും. പക്ഷേ എന്താണ് അവൻ ചെയ്തിട്ടുണ്ടാവുക? അവൻ കദ്ശത മഹാദ, ഇവനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, കഥ ഫഹാദ, ഇവനെക്കുറിച്ച് അപരാധം പറഞ്ഞിട്ടുണ്ട്, അക്കല മാലഹാദ, മറ്റൊരു സഹോദരൻ്റെ ധനം അന്യായമായി അവൻ പിടിച്ചു പറിച്ച് തിന്നിട്ടുണ്ട്, വസഫക്ക ദമഹാദ, ഇന്നൊരാളുടെ രക്തം അവനെ ചിന്തിയിട്ടുണ്ട്, അവനെ അടിച്ച് പരിക്കേൽപ്പിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ കൊന്നുകളഞ്ഞുകൊണ്ടോ അവൻ്റെ രക്തം ചിന്തിയിട്ടുണ്ട്, ഇന്നവനെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടി ഇവൻ എന്തു ചെയ്യും? ഫയുഅ്ത ഹാദ മിൻ ഹസനാത്തിഹി, അപ്പോൾ ഇവൻ്റെ നന്മകൾ, ഇവൻ ചെയ്തിട്ടുള്ള നമസ്കാരം, നോമ്പ്, സക്കാത്ത് പോലെയുള്ള നന്മകളൊക്കെ ആരെയാണോ ഇവൻ ഉപദ്രവിച്ചത് അവർക്കെടുത്ത് കൊടുക്കും. കണക്ക് തീർക്കൽ അങ്ങനെയാണ്. അതുപോലെ ഏതെല്ലാം അനീതിക്ക് വിധേയമായ ആളുകളുണ്ടോ അവർക്കൊക്കെ ഇവൻ്റെ നന്മകൾ എടുത്തു കൊടുക്കും. അങ്ങനെ നന്മകളൊക്കെ തീർന്നാൽ എന്നിട്ടും ഇവൻ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ ബാക്കിയാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഇവന് അവരെ ഉപദ്രവിച്ചതിന് പരിഹാരം കാണുവാൻ ഒരു വിധത്തിലും ഇവൻ്റെ കയ്യിൽ നന്മകളൊന്നും ബാക്കിയില്ലെങ്കിൽ ആരെയാണോ ഇവൻ ആക്രമിച്ചത് അവരുടെ തിന്മകൾ എടുത്ത് ഇവൻ്റെ റെക്കോർഡിൽ അത് ഇവൻ്റെ തിന്മകളായി രേഖപ്പെടുത്തപ്പെടും. മറ്റേയാൾ തിന്മ ചെയ്തവൻ അതിൽ നിന്ന് രക്ഷപ്പെടുകയും ഇവിടെ തൻ്റെ നന്മകളൊക്കെ തീർന്നു പോയതുകൊണ്ട് എന്നിട്ടും മറ്റുള്ളവരോട് ചെയ്ത അനീതിക്ക് പകരം കൊടുക്കാൻ ഇവൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥ വരുമ്പോഴും ആരെയാണോ ഇവൻ അനീതിക്ക് വിധേയമാക്കിയത് അവരുടെ തിന്മകളെടുത്ത് ഇവന് കൊടുക്കും, ഇവൻ്റെ നന്മകൾ തീർന്ന ശേഷം. അങ്ങനെ അവൻ്റെ ഹസനാത്തുകളൊക്കെ തീർന്നു കഴിഞ്ഞാൽ അവൻ്റെ സയ്യിആത്തുകൾ എടുത്ത് ഇവൻ്റെ തലയിലിടും. അങ്ങനെ അവൻ അവസാനമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഇവനാണ് മുഫ്ലിസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അക്രമങ്ങൾ വളരെ വത്തഖി ദഅവത്തൽ മദ്ലൂമി ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ച് പറഞ്ഞയച്ചപ്പോൾ അദ്ദേഹത്തിന് കൊടുത്തൊരു ഉപദേശമാണിത്. നിങ്ങൾ അക്രമത്തിന് വിധേയമായ ആൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം. ലൈസ ബൈനഹ വ ബൈനല്ലാഹി ഹിജാബുൻ. കാരണം മർദ്ദിതൻ, ധാരാളം അക്രമത്തിന് വിധേയമായ ഒരു വ്യക്തി, അയാൾക്ക് രക്ഷിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, അങ്ങേറ്റത്തെ
വിഷമങ്ങളിൽ അകപ്പെട്ട ഒരു സഹോദരൻ കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് സഹായിക്കണം, എന്നെ ഇങ്ങനെ ഒരാൾ ഉപദ്രവിക്കുന്നു, എന്നെ ഇങ്ങനെ ഒരാൾ ആക്രമിക്കുന്നു, ഇങ്ങനെ ഒരാൾ എന്നെ എല്ലാ സമയത്തും ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നു, എനിക്കവനെ നേരിടാനുള്ള യാതൊരു ശക്തിയുമില്ല, പടച്ചവനെ നീ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അക്രമത്തിന് വിധേയമായ ഒരാൾ മദ്ലൂമ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. ലൈസ ബൈനഹു ബൈനല്ലാഹി ഹിജാബുൻ. ആ പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തി അതിൻ്റെ ദോഷം ഈ അക്രമിക്ക് വിധേയമാകുന്നതിൽ നിന്ന് തടയുന്ന യാതൊന്നുമില്ല, ഒരു ഹിജാബുമില്ല. ആ ചോദ്യത്തിന് ഉടനെ തന്നെ ഉത്തരം കിട്ടുമെന്നർത്ഥം. അതാണ്. അപ്പോൾ എല്ലാവിധത്തിലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അക്രമത്തിൽ പങ്കാളിയാകാതിരിക്കുക, വല്ല വിധത്തിലും അറിവില്ലായ്മ കൊണ്ടും അവിവേകം കൊണ്ടും അക്രമം പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ അക്രമത്തിൽ നിന്ന് ദുനിയാവിൽ നിന്ന് തന്നെ രക്ഷപ്പെടാൻ നോക്കുക. ആരെയാണോ ആക്രമിച്ചത് അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ടും അവർക്ക് വല്ല നഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തൻ്റെ സമ്പത്തിൽ നിന്ന് ആ നഷ്ടം വീട്ടിക്കൊണ്ടും ഹുക്കൂക്കുകൾ, അവകാശങ്ങൾ കൊടുത്ത് തൻ്റെ കാര്യം ഭദ്രമാക്കി വെച്ചാലേ പരലോകത്ത് അവന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഹദീസുകൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ നിയമങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസിയായ നിലക്ക് മറ്റുള്ളവരെ ആക്രമിക്കാതെയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെയും വളരെ നീതിയോടും ന്യായത്തോടും കൂടി ജീവിച്ച യഥാർത്ഥ വിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പരലോകത്ത് അള്ളാഹു നമ്മുടെ എല്ലാം വിചാരണ എളുപ്പമാക്കി തീർക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.